നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ 11 രാത്രി 9:25 കർക്കിടകം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിച്ച വ്യാഴം 2026 മാർച്ച് 11 മിഥുനം രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ വെച്ച് രാവിലെ 8:30 പ്രസ്തുത സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ജൂൺ 2 വരെ പ്രസ്തുത സഞ്ചാരം തുടരുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ വ്യാഴത്തിന്റെ വക്രമാറ്റത്തിന്റെ ഫലമായി തുലാം രാശിക്കാരായ ചിത്തിരയുടെ 3, 4 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ, ചോതി നക്ഷത്രക്കാർ വിശാഖത്തിന്റെ 1, 2, 3 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത്. തുലാം രാശിക്കൂറുകാർക്ക് 3, 6 ഭാവാധിപത്യം വഹിച്ച വ്യാഴം 9ാം ഭാവത്തിലാണ് വക്രം പ്രാപിച്ച് നിന്നിരുന്നത്. നിലവിലെ വ്യാഴത്തിന്റെ 9ാം ഭാവത്തിലെ വക്രസ്ഥിതി നിമിത്തം അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്വാസം മുട്ടുമെല്ലാം വർദ്ധിച്ചിട്ടുണ്ടാകും. പുത്രന്മാരെ കൊണ്ടുള്ള ഗുണം കുറവായിട്ടായിരിക്കും ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുണ്ടാകുക. വിവാഹ സംബന്ധിയായും പ്രണയ സംബന്ധിയായും പലവിധ ദുഃഖങ്ങളും ഇതുവരെയും ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. കൂടാതെ സ്ഥലം വിൽക്കാൻ വാങ്ങിയിട്ടിരിക്കുന്നവർക്ക് അത് വിൽക്കാൻ കഴിയാതെ പോകുകയോ അതല്ലെങ്കിൽ വീട് പണിയുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളെല്ലാം വന്നുപെട്ടിട്ടുണ്ടാകും. കൂടാതെ മതപരമായോ സാംസ്കാരികമായോ തനിക്ക് പറ്റാത്ത ചില ഉത്തരവാദിത്തങ്ങൾ തന്റെ തോളിലെടുത്ത് വെക്കുകയും അത് നിമിത്തം മാനസികമായി ഒരുപാട് പ്രയാസങ്ങളും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വ്യാഴമിനി നേർഗതി പ്രാപിച്ചാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. 9ാം ഭാവം ഭാഗ്യസ്ഥാനമായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിന് സാധിക്കുന്നതാണ്. ലോട്ടറി, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് മുതലായുള്ള വളരെ പെട്ടെന്ന് ധനവാനാകാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർ അപ്രതീക്ഷിതമായി ധനവാന്മാരായി മാറുകയും ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് വരാനിരിക്കുന്നത്. 9ാം ഭാവത്തിനെ കൊണ്ട് പിതാവിനെ ചിന്തിക്കുന്നതിനാൽ തന്നെ ഇവരുടെ പിതാവിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കാൻ ഇടയാകും. കൂടാതെ ദശാകാലം അനുകൂലമാണെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ആത്മീയമായി ഒരുപാട് ഉന്നതി നേടുന്നതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇവർ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തുകയും ആ ഉപാസനാമൂർത്തിയെ നിത്യവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. വളരെ ദൂരെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും തന്റെ പുണ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും. പിതൃദോഷ പരിഹാരാർത്ഥം ചില ശാന്തി കർമ്മങ്ങൾ കൂടി ഇവർ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ ഇടയാകുന്നതാണ്. 3ാം ഭാവാധിപത്യം വഹിച്ച വ്യാഴം 3ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹോദരസ്ഥാനീയരായ സുഹൃത്തുക്കളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ മികച്ച ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഈ സമയത്ത് സാധ്യതയുണ്ട്. 3ാം ഭാവാധിപൻ 9ൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് സ്ത്രീകൾ നിമിത്തമോ ബന്ധുക്കൾ നിമിത്തമോ ഏറെ ധനലാഭം ലഭിക്കുന്നതാണ്. ഇവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽപ്പെട്ട ചെറിയ ബിസിനസ് എല്ലാം ചെയ്ത് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴത്തിന്റെ ചലനമാറ്റത്തിനു ശേഷം വളരെ അനുകൂലമാണ്. കൂടാതെ ഇവർ ചെറുകിട ബിസിനസ്സുകളോ മറ്റോ തുടങ്ങുകയും ധനം ക്രയവിക്രയം ചെയ്ത് കൂടുതൽ ധനം നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യും. കരകൗശല വൃത്തികൾ ചെയ്യുന്നവർക്ക് വളരെ മികച്ച കാലഘട്ടമാണ് മാർച്ച് 11 ശേഷം വരാനിരിക്കുന്നത്. വ്യാഴത്തിന് 6ാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇവരുടെ കടങ്ങളും മറ്റും വീട്ടുന്നതിന് അപ്രതീക്ഷിതമായി പല മാർഗങ്ങളും തുറന്നു കിട്ടുന്നതാണ്. തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളെല്ലാം വീട്ടുന്നതിന് വ്യാഴത്തിന്റെ വക്രമാറ്റത്തിനു ശേഷം സമയം വളരെ അനുകൂലമാണ്. കൂടാതെ ഇവരുടെ രോഗാരിഷ്ടതകൾക്ക് വളരെ വേഗത്തിൽ ശമനം ലഭിക്കുകയും ഇവർ പരാക്രമികളായി തീരുകയും ശത്രുക്കളോട് യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാത്തവരായി മാറുന്നതിനും ഇടയാകുന്നതാണ്. വ്യാഴത്തിന് 5ാം ഭാവത്തിലേക്ക്, അതായത്
പുത്രഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ പല ചികിത്സകളും ചെയ്ത് ഇതുവരെയും കുട്ടികളാകാതിരുന്ന തുലാക്കൂറുകാർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനും, അതായത് യോഗ്യനായ പുത്രൻ ഉണ്ടാകാൻ അനുകൂലമായൊരു കാലഘട്ടമാണ് മാർച്ച് 11 ശേഷം വരാനിരിക്കുന്നത്. കൂടാതെ ഇവർ രാജതുല്യ പദവികളിലോ മികച്ച സർക്കാർ സംബന്ധമായ ജോലികളിലോ മറ്റോ പ്രവേശിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. ഇവർക്ക് സ്വന്തം മക്കൾ നിമിത്തം ഏറെ കീർത്തി ലഭിക്കും. അവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും അവർ പുതിയ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകും. മറ്റേതൊരു രാശിക്കാരെക്കാളും ഭാഗ്യാഭിവൃദ്ധി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക വ്യാഴത്തിന്റെ വക്രമാറ്റത്തിന് ശേഷം തുലാക്കൂറുകാർക്കാണ്. വ്യാഴത്തിന് 6ാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഇവർ ധനം ചിലവ് ചെയ്ത് ധനം നേടാൻ ശ്രമിക്കും. ആതുര ശുശ്രൂഷ രംഗത്തുള്ളവർക്കും മറ്റും മികച്ച അവസരങ്ങളും ധനനേട്ടത്തിനുള്ള അവസരങ്ങളും തുറന്നുകിട്ടും. ശത്രുദോഷങ്ങൾ തീരുന്നതിനായി ചില പ്രതിക്രിയാ കർമ്മങ്ങളോ മറ്റോ ചെയ്യുന്നതിന് ഈ സമയം ഇടയാകുന്നതാണ്. മാത്രമല്ല ജ്യോതിഷം മുതലായവയുടെ സഹായത്തോടെ ഐശ്വര്യവർദ്ധനവിനായുള്ള ചില കർമ്മങ്ങൾ കൂടി ചെയ്യുന്നതിന് മാർച്ച് 11 ശേഷം ഇടയാകുന്നതാണ്. 6ാം ഭാവാധിപനായ വ്യാഴം 9ൽ നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിന് ഇടയാകുന്നതാണ്. കാരണം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതിനാൽ തന്നെ ഏറെ ധനപരമായ സൗഭാഗ്യങ്ങൾ വ്യാഴത്തിന്റെ വക്രമാറ്റത്തിനു ശേഷം ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകും. ഇതുവരെയും ധനം സമ്പാദിക്കാത്തവരാണെങ്കിൽ കൂടിയും മാർച്ച് 11 ശേഷം പരിശ്രമിച്ചാൽ നല്ല ജോലി ലഭിക്കുന്നതിനും, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എന്തെങ്കിലും ജോലികളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതുമാണ്. വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ സ്വന്തമായി ചെറിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ പറ്റിയ കാലഘട്ടമാണിത്. കാരണം ഈ വ്യാഴത്തിന് 5ാം ഭാവദൃഷ്ടി കൂടി ഉള്ളതിനാൽ നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഇടയാകും. 5ാം ഭാവം എന്നത് മന്ത്രിസ്ഥാനം കൂടി ആയതിനാൽ വ്യാഴത്തിന്റെ 5ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിമിത്തവും ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാലും നിങ്ങൾക്ക് ജാതകത്തിൽ ഉത്കൃഷ്ടങ്ങളായ യോഗങ്ങളുണ്ടെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയായേക്കും. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ തന്റെ സൽകീർത്തി വർദ്ധിക്കുന്നതിനും തന്നെ നാട്ടിൽ 4 ആൾ അറിയുന്നതിനും ഇടയാകും. മാത്രമല്ല ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വ പദവികളിൽ ഇരിക്കുന്നവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാവുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഒന്നിലധികം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. താല്പര്യമില്ല എങ്കിൽ കൂടിയും നിർബന്ധപൂർവം രാഷ്ട്രീയപരമായ ചില സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടി വന്നേക്കാം. രാഷ്ട്രീയപരമായ തന്റെ വാദഗതികൾ മറ്റുള്ളവർ അംഗീകരിക്കുക നിമിത്തം മനസ്സിൽ ആത്മവിശ്വാസം കൈവരികയും അത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കുന്നതിനുള്ള താല്പര്യവും വർദ്ധിച്ചു വരും. വ്യാഴത്തിന് ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ട് പഠിക്കുക നിമിത്തം പെരുമാറ്റത്തിൽ ചില വിട്ടുവീഴ്ചകൾ വന്നേക്കാം. മാത്രമല്ല പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. ഓഫീസ് സംബന്ധമായി ചില പ്രസന്റേഷൻ ഒക്കെ ചെയ്യേണ്ടതായി വരികയും അത്തരം കാര്യങ്ങൾ നിമിത്തമായി മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും മറ്റും ലഭിക്കും. തന്റെ ജോലി ആവശ്യത്തിനായോ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയോ ഇവർ ലോൺ എടുത്ത് സ്വന്തമായി ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിനും തന്നിമിത്തം തന്റെ സന്തോഷവും ആത്മവിശ്വാസവും 10 മടങ്ങായി വർദ്ധിക്കുന്നതിനും ഇടയാകും. ഇവർക്ക് ഉദരസംബന്ധിയായി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യ ചിന്തകൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യപരിശോധനകൾ നടത്തുകയും താൻ ആരോഗ്യവാനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഇവർ എല്ലാവരോടും വളരെ വിനയമായി മാത്രമേ പെരുമാറാൻ ഇടയാകൂ. എത്ര ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ പോലും ഇവർ വളരെ സൗമ്യമായി സംസാരിക്കുകയും ചെയ്യും. മനസ്സിന് ചാഞ്ചല്യം വരുന്ന ഏതൊരു പരിതസ്ഥിതിയിലും ഇവർ ധർമ്മത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കും. സംഭാഷണം മുഖേന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. സംഗീതം, പ്രസംഗം, സെയിൽസ്, കസ്റ്റമർ കെയർ, ഇൻഷുറൻസ് മുതലായ, അതായത് വാക്കുകൾ കൊണ്ട് കൂടുതൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വരുമാന നേട്ടമോ സ്വീകാര്യതയോ എല്ലാം വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ സാധിക്കും. തന്റെ വരവിന്റെ ഒരു ഭാഗം പിന്നീട് വരുന്ന ആവശ്യങ്ങളിലേക്കായി സമ്പാദ്യമാക്കി മാറ്റാനായി ശ്രമം നടത്തും.
കുറികളോ ആർഡികളോ മറ്റോ തുടങ്ങി വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റുന്നതാണ്. കച്ചവടത്തിൽ ക്രമാനുഗതമായ വളർച്ച ഇവർക്ക് ലഭിക്കുന്നതാണ്. സമയവും കഠിനാധ്വാനവും ബിസിനസ്സിനു വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ ഈ സമയം ഇവർ തയ്യാറാകും. ഇവർക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ നീണ്ടു നിൽക്കുന്ന വരുമാന നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾക്കായി ഇവർ കുലത്തൊഴിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽപ്പെട്ട കൈത്തൊഴിലുകളോ സ്വന്തമായി തുടങ്ങുന്നതിനും ഈ വരുന്ന മാർച്ച് 11 ശേഷം സാധ്യതയുണ്ട്. പുതുതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ പാസ്സായി ലഭിക്കുന്നതിനും വാടക വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലം വാങ്ങി വീട് പണിയുന്നതിനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കടന്നു വരുന്നതാണ്. ഇവർക്ക് ശനി കൂടി അനുകൂല ഭാവത്തിലായതിനാൽ ഉറപ്പായിട്ടും വീട് പണിയും മറ്റും നടപ്പാക്കുന്നതിന് അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ വക്രമാറ്റത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. ഇനി നല്ല വീടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളോ കിടക്കകളോ മുതലായ സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനും സാധിക്കുന്നതാണ്. വീട് പണി തുടങ്ങി ലോൺ പാസ്സാകുന്നതിനെല്ലാം മുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതെല്ലാം മാറി വീട് പണി പുനരാരംഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് എത്ര മോശം ജാതകാവസ്ഥയാണെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾ കൈവരുന്നതാണ്. തുലാം രാശിക്കൂറുകാർക്ക് ശനി ഗുണപ്രദമാണെങ്കിലും വ്യാഴത്തിന്റെ ചലനമാറ്റത്തിനു ശേഷം ഏറെ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ ഇടവരും. തനിക്ക് കഴിവില്ല എന്നോ ഇതൊന്നും നടക്കില്ല എന്നോ വിചാരിച്ചിരിക്കാതെ നല്ല രീതിയിൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ തുലാരാശിക്കാർക്കും, അതായത് ചിത്തിര 3, 4 പാദക്കാർ, ചോതി വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ വളരെ സൗഭാഗ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായൊരു സമയമാണിത്. നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും നാരായണ മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല. നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാനും മറക്കരുത്.